சீக்கிரமாக்கும். எங்க கிடைக்கும்? ஏதோ சார் இப்போ வந்துறேன். இப்போ பாத்துட்டு வந்துறேன். ரூம் எப்படியா கிடைக்கும்? ஏதோ வந்துறேன் சார். വേഗം വാങ്ങോ. അമ്മേ എനിക്ക് വിശക്കുന്നു. ഒന്നും മിണ്ടാതിരടാ ഇറക്കാം. ഇപ്പോഴല്ലേ പഴം ഓറഞ്ചൊക്കെ വെട്ടി വിഴുങ്ങിയത്. എവിടെങ്കിലും പോയി ഒന്ന് വീണാ മതിയായിരുന്നു. ചെറു പെട്ടിക്കട കണ്ടോ ഒന്ന് നിർത്തണട്ടോ. സോഡ മേടിച്ചിട്ട് ഒന്ന് ചുമ്മാ ഇരേട്ടാ. സോഡ എവിടെയെങ്കിലും മുറി ഇട്ടേട്ടാ ആദ്യം. സോഡ സോഡ. சார் நம்ம குன்னூர் போயிடலாம் சார். കൂനൂരാ? சார் குன்னூர் போயிடலாம் சார். 14 കിലോമീറ്റർ தான். നീ റൂം എടുത്തരാന്ന് சொன்னே. ഇത് നാലാമത്തെ സ്ഥലത്താ ഇപ്പൊ കൊണ്ടുവന്നു. 25 രൂപ വാങ്ങിച്ചു. കൂനൂർ വന്നിന്റെ ഉദ്ദേശം சார் சொல்றத கேளுங்க. எங்க ஃப்ளவர் ஷோ நடக்குது. அதனால ரூம் எல்லாம் ஃபுல். റൂം എടുത്തരാന്ന് சொன்னே നേരാന്നുള്ളയാ? சார் சொன்னேன் சார். ஆனா ആനേ പോണി ഒന്നും വേണ്ട. മനുഷ്യനെ പറ്റിക്കാ. പൈസ ഇടറാ. ஏய் പൈസ ഇടറാ. யாரு பார்த்து யானை போனாங்கடா? ஏய் என்ன நீ ஊரு விட்டு ஊர் வந்திக்கிற டபாக்கிறே நீ? போடா. എന്റെ പൈസ ആടാ. രൂപ കൊടുക്കണ ചോമ്പേരി. ஏய் யாரு பாத்துற சோம்பேறங்கடா பொறம்போக்கு. പൊറമ്പോക്കോ? പൊറമ്പോക്ക്. എനിക്കറിയാടാ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ മനസ്സിലായ? ആ പൈസയും പോയി കിട്ടി. രൂപ പോണേ പോട്ടെ. നമുക്ക് അഭിമാനം വരുന്നത്. വണ്ടി കയറി അവ ആളെ വിളിക്കാൻ പോയിരിക്കാം. നിന്റെ കിടക്കാൻ തന്ന കണ്ണിന്റെ സ്ലിപ്പറ് പൂടാ ബെനിയിലിട്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിട്ട് சார். நாங்க 12 பேர் இருக்கு. எங்க எல்லாமோ அலைஞ்சு ரூம் கிடைஞ்சில்ல. இப்ப ரொம்ப லேட் ஆயிடுச்சு. இங்க ரூம் கிடைக்குமா? தா சில்ட்ரன்ஸ் லேடிஸ் எல்லாம் இருக்கு. ഡോർമിറ്ററി പോതുമാ? അതെന്താ ഡോർമിറ്ററി? നോ സെപ്പറേറ്റ് റൂംസ്. ഓൾ ഓഫ് യു ക്യാൻ സ്റ്റേ ടുഗദർ. എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഡബിൾ റൂം. അതൊന്നും വേണ്ട സേതു. ഇനി ഈ കാറ്റത്ത് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. നമുക്ക് ഇവിടെ തന്നെ കൂടാം. എനിക്കൊരു സെപ്പറേറ്റ് റൂം വേണം. ഇங்க ഡോർമിറ്ററി மட்டும் தான் இருக்கு. உங்களுக்கு வேணுமா வேண்டாமா? வேணாம். அட்ரஸ் போடா போடா. அண்ணாச்சி இங்க சோடா கிடைக்குமா? கிடைக்காது. வேண்டாம். சேது மாதவன். എന്തൊരു തണുപ്പുണ്ടാ. മിക്സ് ചെയ്ത് കൊണ്ടത് നന്നായി. ഇവിടെ സോഡയില്ല കീടിയില്ല. എല്ലാരും കൂടി ഇതിനകത്താണോ? നല്ല തമാശയായിരിക്കും. എല്ലാവർക്കും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ചിരിച്ചിരിക്കാം. പിന്നാലെ പറഞ്ഞൊക്കെ പിന്നെ നേരം വളരെയായി കിടന്ന് ഉറങ്ങാൻ നോക്കും. ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കോളാം. ചായ ചായ ചായ. ചായ ചായ ചായ. ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും ചായ ഒന്നുമില്ല. അതുകൊണ്ട് പഴവും ബ്രെഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ചായ ഇഡ്ഡലി ദോശ കഴിക്കണമെങ്കിൽ പോകുന്ന വഴി കഴിക്കാം. എളുപ്പം റെഡിയായി. ആശയ്ക്ക് ചെറിയൊരു പനി. പനി? ചായ വേണ്ട. ശരിയാ, ചെറിയ ചൂടുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. ധാരാളം ചൂടുവെള്ളം കഴിച്ചാൽ മതി. പനി മാറും. ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കണ്ട കേട്ടോ. ആശയ്ക്ക് കൂട്ടിന് ആളില്ലല്ലോ. ഞാൻ ഇവിടെ നിക്കാം. ഞാൻ നിക്കാം. എനിക്ക് വയ്യ തണുപ്പത്ത് ഇറങ്ങി നടക്കാൻ. ആ അത് മതി. എങ്കിൽ പുറപ്പെടാ. എന്ത് പറ്റി നോക്കട്ടെ. എന്താ എന്ത് പറ്റി? കുഴപ്പമായി തോന്നുന്നത്. ഈ ദുശകരം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കേണ്ട ചെയ്തു. ഇവ കൈ തൊട്ടുണ്ടെങ്കിൽ വണ്ടിയല്ല എല്ലാം നിൽക്കും. കണ്ണാടി വെച്ചാൽ വണ്ടി ഓടിക്കാതെ. ഇത് 64 മോഡൽ തുക്കടാ വണ്ടിയാ. അപ്പൊ ഇടക്കിടക്ക് വണ്ടി നിൽക്കും. നീ അത് കള പ്രേമ. കാര്യം എന്താ നോക്ക്. ഫാൻ ബെൽറ്റ് പൊട്ടി മുതലാളി. ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ഇട്ട് 3 മണിക്കൂർ എടുക്കും ചുരുങ്ങിയത്. തൊലച്ചു. നമുക്കൊരു ടാക്സി പിടിച്ചു പോവാം. അതാ നല്ലത്.
കുടിച്ചാലൊന്നും പനി മാറൂല. ഞാനൊരു ഡോക്ടറെ കണ്ടു, ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ട്, കഴിച്ചോളൂ. എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട. അവരൊക്കെ ഇവിടെ ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു. കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച്. കഴിക്കുന്നേ. കഴിച്ചോ. ഇത് നെറ്റിയിൽ പുരട്ടാം. എന്തു പറ്റി? ഇങ്ങ് തന്നേച്ചാ മതി, ഞാൻ പരട്ടിക്കോളാം. ആയിക്കോട്ടെ. അവിടെയല്ല. എന്താ കാണിച്ചേ? സേതുട്ടിങ് വരട്ടെ. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ. ഇന്നാണ് സന്ദർഭം ഒത്തു കിട്ടിയത്. എന്നെ പറ്റി താൻ എന്ത് വിചാരിച്ചു? എന്റെ ധൈര്യത്തിൽ ഈ തണ്ടിത്തരം കാണിച്ചേ? തെണ്ടിതരല്ല, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. നോൺസെൻസ്. ഇന്ന് തന്നെ ജോലി തീരും. സേതുട്ട് വന്ന ഉടനെ ഞാൻ പറയും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. കുട്ടി, ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പൊന്നുമല്ല. തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ, ജീവൻ പോയാലും ശരി. മുതലാളിയോട് ഞാനിത് പറഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം. വെരി ഗുഡ്. മുതലാളി എത്തിക്കഴിഞ്ഞു. ചൂടോടെ പറഞ്ഞേക്കാം. ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകവും ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കുളമാക്കി തരാം. ശരിയാ? ഓ, ടാക്സി യാത്ര മുതലാവൂല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. മുതലാളി, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റോ? ഞാനത് മുതലാളിയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത്. നീ കാര്യം പറ. ഞാൻ മുതലാളിയുടെ ആരാ? നീ പറയുന്നേ പറയടാ. വെറും ഒരു ജോലിക്കാരൻ, വെറും ഒരു ഏറാമൂളി. അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു. നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിയിൽ നിന്ന് 1-2 ഗുളിക വാങ്ങിച്ചു കഴിക്കാൻ കൊടുത്തു. ഒരു കുപ്പി വിക്സും കൊടുത്തു, നെറ്റി പുരട്ടാൻ. എന്നിട്ട് ഞാൻ ആ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു. എന്ത്? തെറ്റ് എന്റേതാണ് മുതലാളി. നീ കാര്യം പറടാ. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിയെന്ന് തോന്നിപ്പോയതാ. അതുകൊണ്ടൊന്നുമില്ല. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ? വട്ട് തന്നെ.